അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ്. ഇന്ന് നടത്തുന്ന ഈ സെഷൻ നമ്മുടെ അബാക്കസ് ടീച്ചിങ് ഫീൽഡിൽ കൂടുതൽ അറിവും ആത്മവിശ്വാസവും നേടാൻ സഹായിക്കുന്ന ഒരു മികച്ച അവസരമാണ്. I am Aisha, manager of Ayadi Cloudversity. First of all, I extend a warm welcome to all the participants who have joined us today. നിങ്ങളുടെ സജീവ പങ്കാളിത്തമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. Next, with great respect and pleasure, I would like to welcome Ms. Shahana Jabir, Principal of NS Global Academy, and our respected Taj Sir, Director of NS Global Academy. And we are truly grateful for their time, effort, and dedication. I am sure today's session will be informative, interactive, and inspiring for all of us. Once again, on behalf of the entire team, I extend a heartfelt welcome to all our audience, mentors, and presenters. Let's make this program a meaningful and memorable one together. Thank you, everyone. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ താജ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. ഹായ് ഓൾ. നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ ATTC അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ പ്രാധാന്യം എന്താണ്, ഏത് രീതിയിലാണ് അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് പോകുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക്ക് പ്രിൻസിപ്പളായ ഷഹന ജാബിർ മിസ് കൂടിയുണ്ട്. മിസ് നിലവിലുള്ള അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ സ്കൂൾ ഓർഗനൈസേഷൻ ക്ലാസ് എടുക്കുന്ന മിസ് കൂടിയാണ്. മിസ് കൂടി എത്തിയിട്ടുണ്ട്. ഏതായാലും ജോയിന്റ് ആയിട്ട് നമ്മൾ എന്താണ് അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതിന്റെ ഇടയിൽ നിലവിൽ ഇപ്പോ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ATTCയിലേക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ടീച്ചർ ആവാൻ വേണ്ടി വന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. എത്ര ആളുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് നിലവിൽ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ വന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ ജസ്റ്റ് ചാറ്റിൽ ഒന്ന് പേരോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ് അബാക്കസ് ടീച്ചേഴ്സ്. ഉണ്ടോ മിസ്? ആരെങ്കിലും അങ്ങനെ വന്നവരുണ്ടോ? പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തവര് ഒന്ന് ചാറ്റ് ചെയ്ത്. അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിലവിൽ ഒരുപാട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ നിലവിലുണ്ട്. അതായത് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പോലെ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പോലെ, അറബിക് TTC പോലെ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ നിന്നും അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഞാൻ ഇന്നലെ നിലവില് നമ്മളൊരു CBSE സ്കൂള് കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനായി സംസാരിച്ചു. അപ്പോ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് ഒരുപാട്, അതായത് ഇപ്പോൾ നിലവിൽ മത്സരങ്ങളാണ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവർ എക്സ്ട്രാ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന സമയത്താണ് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നതിന്റെ കൂടെ അബാക്കസ് കൂടി കൊടുക്കുന്നു. അതായത് പേരൻസിലേക്ക് സ്കൂളുകൾ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ അബാക്കസ് ട്രെയിനിങ് കൂടി ഉണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പൊ ഞാൻ പറയാം എന്താണ് അബാക്കസ്. നിലവില് ഞങ്ങൾക്ക് തന്നെ അബാക്കസ് ടീച്ചേഴ്സ് അബാക്കസിന്റെ കോഴ്സുകളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ വരാറുണ്ട്. ഓഫ്ലൈൻ ആവട്ടെ ഓൺലൈൻ ആവട്ടെ. അബാക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആ ചെറിയ പ്രായത്തിൽ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ ഒരു 7 വയസ്സ് മുതൽ ഒരു 14 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ അബാക്കസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട്. അപ്പൊ ആ പ്രായത്തിൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠനത്തിൽ, എന്റെ വോയിസ് ഓക്കെ ആണല്ലോ? പഠനത്തില് ക്ലാസ് റൂമുകൾ ഏറ്റവും നല്ല IQ ഉള്ള, ക്വാളിറ്റി ഉള്ള നല്ലൊരു വിദ്യാർത്ഥിയാക്കി മാറ്റുന്നതിന് ഇപ്പൊ നമുക്ക് ക്ലാസ് റൂമുകളിലൊക്കെ നോക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ വളരെ ആക്റ്റീവായിരിക്കും. ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ പഠന സമ്പ്രദായങ്ങളൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ടീച്ചർ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് ക്യാച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, മക്കളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ 2 ഭാഗത്തുമുള്ള ബ്രെയിൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശീലന പദ്ധതിയാണ് അബാക്കസ് എന്ന് പറയുന്നത്. അറിയുമായിരിക്കാം അല്ലെ? അപ്പോ ഇതില് നിങ്ങൾ പേര് ടൈപ്പ് ചെയ്തപ്പോൾ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ, എത്ര ആൾ, 1, 2, 3 ആളുകൾ മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ ഈ ഒരു ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്തത് അറിയാം. ഇവര് എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നിലവിൽ ഞങ്ങൾക്ക് ATTCയുടെ വ്യത്യസ്തമായ ബാച്ചുകൾ നടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്
അബാക്കസ് ചെറിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഒരു 7th സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞത് ആ രീതിയിലുള്ള മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ IQ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പിന്നെന്താ പറയാ ആ ടോട്ടലി ക്ലാസ് റൂമിൽ ബെസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 30ഓളം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിരിക്കുന്ന വിദ്യാർത്ഥികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല രാജ്യങ്ങളിലും പരിശീലിച്ച് വിജയിപ്പിച്ച ഒരു പഠന പദ്ധതിയാണ് അബാക്കസ് എന്ന് പറയുന്നത്. പലരും കേട്ടതായിരിക്കും. അപ്പോൾ നിലവില് നമ്മൾ അബാക്കസ് സ്റ്റുഡൻസ് കോഴ്സ് ഇപ്പൊ കുറച്ച് വർഷമായിട്ട്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പല വിദ്യാഭ്യാസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും അറിയാം അല്ലെ, നമ്മള് പണ്ടൊക്കെ ഓഫ്ലൈൻ പോയിട്ട് പഠിച്ച് പിന്നെ ക്ലാസ്സുകൾ പൂർത്തിയാക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് പലപ്പോൾ CBSE സ്കൂൾ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ 10th വരെ +2 വരെ ഓൺലൈനിലാണ് വിദ്യാർത്ഥികൾ മക്കൾ പഠിക്കുകയാണ്. വിദേശത്തുള്ളവരൊക്കെ അതായത് ഓഫ്ലൈനേക്കാളും ഒരുപാട് വ്യത്യസ്തത രീതിയിൽ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്യാമ്പസ് മാറി. ഇപ്പൊ നമ്മുടെ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ SSLC 10th ക്ലാസ് ഒരുപാട് ആളുകൾ, അത് ഏജ് പ്രായ വ്യത്യാസമില്ല, 57 വയസ്സ് വരെ ഉള്ളവര് ഓൺലൈൻ ക്യാമ്പസിൽ ഇരുന്ന് ഓഫ്ലൈൻ സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുന്ന പ്ലാറ്റ്ഫോമുകൾ നിലവിൽ നമുക്കുണ്ട്, പല അക്കാദമികൾക്കുണ്ട്. അപ്പൊ ഓൺലൈൻ ക്യാമ്പസ് ഡെവലപ്പായ സമയത്ത് ഞാൻ ATTCയുടെ പ്രാധാന്യം പറയാണ്. ഒരുപാട് മക്കള് പിന്നെ വെക്കേഷൻ ഒരുപാട് അഡ്മിഷനുകൾ വരികയാണ്, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ. അബാക്കസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മക്കളെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതലുള്ള ഒരു ക്ലാസ്സുകളിലാണെങ്കിൽ അവരെ പഠനത്തിൽ മികവുറ്റതാക്കാൻ സബ്ജക്ട് ട്യൂഷൻ കൊടുക്കുന്നതിന് പകരം നമ്മുടെ ക്ലാസ്സുകളുടെ അപ്പോൾ അബാക്കസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് സിലബസ് അവരെ പഠിപ്പിക്കുന്നതിലൂടെ അവര് സംഖ്യകളെ കൊണ്ട് കാൽക്കുലേഷൻ നടത്തുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മളൊരു 10ഓ 50ഓ സംഖ്യകൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അത് മാറ്റിവെച്ച് ബ്രെയിൻ ഉപയോഗിച്ച് നമ്മളിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തുകയും വിദ്യാർത്ഥികളുടെ ലെഫ്റ്റും റൈറ്റും ബ്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ ഇവരെ കാൽക്കുലേഷൻ ചെയ്ത് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന, അവർക്ക് അതിന്റെ ഒരു ടൂള് കൊടുക്കും, അബാക്കസിന്റെ ബുക്ക് കൊടുക്കും. ഇത് കൊടുത്ത് അവരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഫസ്റ്റ് ലെവൽ മുതൽ 7th ലെവൽ വരെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇത് പഠിച്ച് കഴിയുമ്പോഴേക്ക് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിൽ രക്ഷിതാക്കൾ മക്കളെയും കൂട്ടിയിട്ട് വരും. എന്നിട്ട് ടീച്ചർ ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടാവും. ഒരു ഭാഗത്ത് രക്ഷിതാക്കളോട് പറയും കാൽക്കുലേഷൻ നടത്തും, 58+, 38+, 99 ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അവര് രക്ഷിതാവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുട്ടികൾ ഇവിടെ നിന്ന് അവരെ മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തും. എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് ഏത് രീതിയിൽ പറയുകയും രക്ഷിതാവ് പറയുന്നതിന് മുമ്പ് ഈ വിദ്യാർത്ഥി ആൻസർ പറയുക എന്നുള്ളതാണ് അവരുടെ പ്രാക്ടീസിന്റെ പ്രത്യേകത. ഈ പ്രാക്ടീസിലൂടെ അവരുടെ ബുദ്ധി, ഓർമ്മശക്തി, കാര്യക്ഷമത ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അബാക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അബാക്കസിലേക്ക് വ്യത്യസ്തമായ, അപ്പൊ ഇത് പഠിപ്പിക്കാൻ ആളുകൾ വേണമല്ലോ. അപ്പൊ ഈ സമയത്താണ് ഞങ്ങളൊരു പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്, ഒരു ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ അബാക്കസ് പഠിപ്പിക്കാൻ ആളുകൾ കുറവാണ്. മുമ്പൊക്കെ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ATTC അബാക്കസിലേക്ക് ആദ്യം സ്റ്റുഡൻസിന്റെ അഡ്മിഷനാണ് വന്നത്. അപ്പോൾ എൻക്വയറി വരും, അവരിപ്പോ ATTC മറ്റുള്ള എല്ലാ ടീച്ചേഴ്സ് പോസ്റ്റും പിന്നെ കോഴ്സുകളും കഴിഞ്ഞിട്ടുണ്ടാവും. അവർ TTC കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ മോണ്ടിസോറി കഴിഞ്ഞവരായിരിക്കും. അവർക്ക് ടീച്ചിങ് ഓക്കെ ആയിരിക്കും, എങ്ങനെ മക്കളെ പഠിപ്പിക്കാം ശാസ്ത്രീയപരമായിട്ട് ക്ലാസ് റൂമുകളിൽ എങ്ങനെ. പക്ഷെ അബാക്കസുമായി ബന്ധപ്പെട്ട നിലവിലെ സംവിധാനങ്ങളില്ല. അബാക്കസ് ടീച്ചേഴ്സ് ആയിട്ട് മാറാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിക്കുക ചെയ്യും. ഇപ്പോൾ നമുക്ക് ATTCയുടെ വ്യത്യസ്തമായ ബാച്ചുകൾ ഇറങ്ങാൻ പോവാണ്. ATTCയിൽ വെറും അബാക്കസ് മാത്രമല്ല, ഒരു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ വരുന്ന സ്കൂൾ ഓർഗനൈസേഷൻ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ അബാക്കസിന്റെ കണ്ടന്റ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ അവരുടെ മാനേജ്മെന്റിൽ ആ ഒരു ഗ്യാങ്ങിൽ നമ്മൾ എങ്ങനെ ഇടപെടണം എന്ന രീതിയിൽ പിന്നെ മറ്റ് ക്ലാസ്സുകൾ കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒരു ATTC പഠിച്ച ഒരു ടീച്ചർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സിലബസ് പഠിക്കുന്നത് കൂടി പ്രീ പ്രൈമറി ടീച്ചറായിട്ട് മാറാം. വേണമെങ്കിൽ അവർക്ക് 2 സബ്ജക്ട് ആഡ് ചെയ്തുകൊണ്ട് മോണ്ടിസോറി ടീച്ചറായിട്ട് മാറാനുള്ള സംവിധാനങ്ങളുണ്ട്. പറഞ്ഞു വന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, മോണ്ടിസോറി ഒരുപാട് ആളുകൾ കോഴ്സ് ചെയ്തിറങ്ങുന്ന സമയത്ത് ഒരു അബാക്കസിലേക്ക് അഡ്മിഷൻ വരുന്ന, നിലവിൽ ഞങ്ങൾക്ക് അബാക്കസ് വിദ്യാർത്ഥികളുടെ ഒരുപാട് ബാച്ചുകൾ പോകുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് ഒരു ടീച്ചർ എടുക്കുന്നതിന് പകരം ഒരു 20 വിദ്യാർത്ഥികളെ വെച്ചിട്ട്
ആ മക്കൾക്ക് അല്ലെ, ചെറിയ വിദ്യാർത്ഥികളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കേണ്ട ATTC സിലബസ് ആണ് ആര് പഠിക്കുന്നത്? SSLC കഴിഞ്ഞ +2 കഴിഞ്ഞ ടീച്ചറാകാൻ വരുന്നത്. എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കഴിയാൻ കഴിയും? എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു ക്ലാസ്സുകൾ ഒരു ലെവല് എനിക്ക് തോന്നുന്നു അബാക്കസ് പഠിക്കുന്ന ടീച്ചേഴ്സിലെ കഴിഞ്ഞ ബാച്ചിലെ 1-2 ടീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലപ്പോൾ ഈ ഒരു സിലബസ് എടുത്തുകൊണ്ട് ഈസിയായി നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഈസിയായ സിലബസ് ആണുള്ളത് ഫസ്റ്റ് ലെവൽ മുതൽ 8th ലെവൽ വരെ. അപ്പം ATTC അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിലവിൽ വ്യത്യസ്തമായ മറ്റു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ് ATTC അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നുള്ളത് ഒന്ന്. നെക്സ്റ്റ് പറയാനുള്ളത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാവുന്ന സംവിധാനം, അതായത് ചെറിയ മക്കൾ പഠിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് അബാക്കസ് ഈസി ആയിട്ട് നമുക്ക് കോഴ്സ് പഠിച്ചെടുക്കാൻ സാധിക്കും. പുതിയ കാലഘട്ടത്ത് ഒരുപാട് സാധ്യതകളുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് സ്കൂളിൽ പോയിട്ട് അത് നമ്മുടെ അഡ്മിഷൻ എടുത്തവരോട് പറയാനുള്ളത്, അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ ആക്റ്റീവായിട്ട് അല്ലെ, നമ്മളിപ്പോ ഒരു 50 ടീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ച് ആണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 30 ആളെയും കിട്ടുക. ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത്, ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ റെക്കോർഡ്, അതായത് നമ്മുടെ ഒരു സിസ്റ്റമാറ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരു 7 to 8. ഇതില് ലൈവ് ക്ലാസ് നടക്കും, അത് റെക്കോർഡ് ചെയ്യും. ആദ്യത്തെ സമയത്തേക്ക് ഒരുപാട് കുട്ടികൾ വളരെ ആക്റ്റീവായി നല്ല സന്തോഷത്തോടുകൂടി ക്ലാസ് ഇരിക്കുന്നത് കാണാം. പിന്നീട് അവർക്ക് ഒരുപാട് ഫംഗ്ഷനുകളും പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു ക്ലാസ് ലൈവായിരിക്കുന്ന ആക്റ്റീവായിരിക്കുന്ന ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് പുതിയ ബാച്ചിലേക്ക്. ഇപ്പോ ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ വെക്കേഷൻ വരികയാണ്. അബാക്കസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മക്കൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ഉള്ള ആ കുട്ടികളെ അബാക്കസ് പഠിപ്പിക്കാൻ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സിന് ആവശ്യമാണ് ഒന്ന്. മറ്റൊന്ന്, ഇനി സ്വന്തമായിട്ട് തന്നെ നമുക്ക് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ള സിലബസിനെ അപേക്ഷിച്ച് ഏറ്റവും ഈസിയാണ്, ചെറിയ സംഖ്യകളൊക്കെയാണ്. 8+8 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് മാത്സ് പഠിപ്പിക്കാനല്ല ഇത് പഠിപ്പിക്കുന്നത്. ചെറിയ മക്കളുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പദ്ധതി. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് തരുന്ന സിലബസുകൾ ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്ത് പരിശീലിപ്പിക്കാം. അപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ, അത് ചില അബാക്കസ് ടീച്ചേഴ്സ്, അബാക്കസ് കോഴ്സ് കഴിഞ്ഞ ടീച്ചേഴ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാം. ഒരു പോസ്റ്റ് ചെയ്യുന്നു, അബാക്കസ് പഠിപ്പിക്കുന്നു, നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് ഒരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്കൂളില്ലാത്ത സമയത്താണെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരിശീലന പദ്ധതിയിലൂടെ നല്ല മാറ്റങ്ങൾ, അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമ്മൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ മാത്രമല്ല, ഒരു ക്ലാസ്സിൽ അബാക്കസ് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക്കലി അവര് മുന്നിലായിരിക്കും, ഒന്നുകൂടി മുന്നിൽ, എല്ലാ സബ്ജക്റ്റുകൾക്കും അവർ സെറ്റായിരിക്കും. അപ്പോൾ അവർക്ക് സ്വന്തം, അതായത് ആക്റ്റീവായിട്ട്, നമ്മളിപ്പോ പല ഭാഗത്തും പല രീതിയിലും ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, വെറുതെ ഇരിക്കുന്നവരായിരിക്കാം. നമുക്ക് ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി ഒരു ഇന്റർനാഷണൽ വാല്യൂ ഉള്ള എംബസി അറ്റസ്റ്റേഷൻ സാധ്യമാകുന്ന നല്ലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ATTC ടീച്ചറായി മാറി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് നമ്മുടെ നാടുകളിലുള്ള CBSE സ്കൂളുകളിലോ ഏതെങ്കിലും പ്രീ പ്രൈമറി അവിടെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ സ്കൂളുകളിൽ അബാക്കസ് ഇല്ലെങ്കിൽ അവിടെ അബാക്കസ് നിങ്ങൾക്ക് സ്ഥാപിക്കാം. ആ സ്കൂളിന്റെ ഒരു വാല്യൂ ആണ്. നിങ്ങൾക്ക് തന്നെ അതിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. സിലബസ് വേണമെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ അബാക്കസ് ട്യൂഷൻ കൊടുക്കുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അബാക്കസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കിട്ടാനില്ല. തീർച്ചയായും ഞങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് നിലവിൽ. പക്ഷെ കണ്ടന്റ് ഉള്ള ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. അതായത് ഒരു 5 കുട്ടികൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അബാക്കസ്, അതായത് അതിന്റെ ക്വാളിറ്റി വലിയ സംവിധാനം, ചെറിയ മക്കളെ പഠിപ്പിക്കുന്നതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടല്ലോ. ഈ സിലബസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്, അതേപോലെ ശാസ്ത്രീയപരമായിട്ട് അവരോട് ഇടപഴകാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഷഹന മിസ് ഇവിടെ ഉണ്ട്. ഷഹന മിസ് എങ്ങനെ ഒരു അഡ്മിഷൻ ആയിട്ട് ഒരു ടീച്ചറെ എങ്ങനെ ഒരു ടീച്ചറാക്കി മാറ്റാം, അഡ്മിഷൻ വരുന്ന ഒരു വിദ്യാർത്ഥിയെ ഈ ഒരു കോഴ്സ് യാത്ര കഴിയുമ്പോഴേക്കും, സർട്ടിഫിക്കറ്റ് കഴിയുമ്പോഴേക്കും ഏത് രീതിയിലൊക്കെ സൈക്കോളജിക്കലായി
അവർക്ക് എന്തൊക്കെ കണ്ടന്റുകൾ കൊടുത്ത് ഏത് രീതിയിൽ എന്നുള്ള രീതിയിൽ ടീച്ചറാക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഒരുപാട് ടീച്ചേഴ്സ് ചാനൽസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മോണ്ടിസോറി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ATTC പഠിക്കുന്ന കുട്ടികളും ATTC പഠിച്ച് അവര് പരീക്ഷയോട് എടുക്കുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളും അങ്ങനെ ഒരുപാട് ബാച്ചുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലവിൽ പറയാനുള്ളത് അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മറ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു കോഴ്സാണെന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. രണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നു ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പോ കോഴ്സ് കഴിഞ്ഞ ഒരാളെ വിളിച്ചിട്ട്, ഇപ്പൊ ഞാൻ മുസിന PK ഉണ്ട് ഇവിടെ, മുസിനെ വിളിച്ചിട്ട് പറയുന്നു ഒരു 10 കുട്ടിയെ തന്നു കഴിഞ്ഞാൽ ലെവൽ 1 ലെവൽ 2 പഠിപ്പിക്കാൻ കഴിയുമോ മുസിന? ഓക്കെ ഞാനത് അപ്പോ പിന്നെ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഫീഡ്ബാക്ക് കൂടി പറയാനുണ്ട്. അവര് പിന്നെ പുതിയതായി എൻക്വയറി വന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ആശങ്കയുണ്ടോ, ഞങ്ങൾക്ക് ഇത് പറ്റുമോ, എങ്ങനെയാണ് അബാക്കസ് ടീച്ചറായി മാറുക എന്നുള്ളത്. മാത്സ് എന്ന് കേട്ടിട്ടുണ്ട്, അപ്പൊ അബാക്കസുമായി ബന്ധപ്പെട്ട് കഴിയോ, പിന്നെ മറ്റു പലർക്കും ഉണ്ടാകുന്ന ആശങ്കകൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. പല ആളുകളും അഡ്മിഷൻ വരുന്ന സമയത്ത് ഒരുപാട് കോംപ്ലക്സോട് കൂടി ക്യാമറക്ക് മുന്നിൽ വരും. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മൾ വരണമല്ലോ, അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു കോഴ്സ് അങ്ങ് കഴിഞ്ഞു, ടീച്ചേഴ്സ് നല്ല കണ്ടന്റ് ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് ആക്റ്റീവായി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഷപ്ന മിസ് പോലെ മെന്റേഴ്സ് ആയിട്ട് മാനേജർ അവർ നന്നായിട്ട് ഗ്രൂപ്പുകളിൽ ഇവർ ആക്റ്റീവ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു സമയം കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്, നമ്മൾ അഡ്മിഷൻ എടുത്ത് ആദ്യ സമയങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, വീഡിയോ ഓൺ ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ. പിന്നീട് അവർ ഓട്ടോമാറ്റിക് ആക്റ്റീവായി ക്ലാസ് ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നു ട്രെയിനിങ് കൂടി കഴിയുമ്പോഴേക്കാണ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കും ഒരു 15 ദിവസം. ഒന്നുകിൽ അവര് ഓഫ്ലൈൻ ആയിട്ട് സ്കൂളിൽ പോയിട്ട് ട്രെയിനിങ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അബാക്കസ്, അവർക്ക് ഒരു 15 ദിവസം ഇവർ സ്വന്തമായിട്ട് ആരും ഉണ്ടാവില്ല, അവരും കുട്ടിയും ചിലപ്പോൾ കുട്ടിയുടെ പേരന്റും ഉണ്ടാവും. ഇവർ ആ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കഴിയുന്നതോടുകൂടി ഇവരെ ടീച്ചറായി മാറുകയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. കേരള ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവുകളൊന്നും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്, ഫീഡ്ബാക്കുകളാണ് പിന്നെ അഡ്മിഷൻ എടുത്തവർ പറയുന്നത്. സിലബസുകളെ കുറിച്ച് പറയുകയാണെങ്കിലും സിലബസുകളും വലിയ ടഫൊന്നുമില്ല. അതായത് അബാക്കസ് എന്ന് പറയുന്ന കോഴ്സ് പിന്നെ മറ്റ് ഒരു വാല്യൂ ഉള്ള സംവിധാനമാണ്, നമുക്കൊരു ഡിമാൻഡാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് എന്ന് പറയാൻ പറ്റും, ഒരു ടൂളാണ്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഫ്ലൈൻ സ്കൂളിൽ തന്നെ പോയിട്ട് ജോലി വാങ്ങണമെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്യാമ്പസിൽ ടീച്ചറായി മാറണമെന്നില്ല. നമുക്ക് സർട്ടിഫിക്കറ്റും കണ്ടന്റും ഈ സിലബസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു 10 വിദ്യാർത്ഥികളെ ട്യൂഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനമാണ്. പക്ഷെ നമ്മൾ അതിനെ മാറണം. ആക്റ്റീവായിട്ട് ഒരു 10 വിദ്യാർത്ഥികളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആക്റ്റീവായിട്ട്, നമ്മുടെ ഉദ്ദേശം തന്നെ ആയിരിക്കണം എന്ത്, അവർക്ക് വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കണം. ഞങ്ങളുടെ കീഴിൽ അവർ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ക്ലാസ്സിൽ അവർ ബെസ്റ്റ് ആയിരിക്കണം. അവരുടെ എല്ലാ സബ്ജക്റ്റിലും പിന്നീട് പേരന്റ് വിളിച്ച് പറയണം, എൻ്റെ കുട്ടി എഴുതുന്നതിന് വളരെ സ്ലോ ആയിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ എപ്പോഴും ക്ലാസ് ടെസ്റ്റ് മാർക്ക് വളരെ കുറവായിരുന്നു. അവരുടെ ചിന്തകളും ഇതൊക്കെ വളരെ വേറെ ഏതോ ലോകത്തൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അബാക്കസ് ഈ ഒരു ടൈം, അതായത് വിദ്യാർത്ഥികളുടെ ബുദ്ധി വളരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഇൻജക്ട് ചെയ്യുന്ന ഒരു സംവിധാനം, ഈ ഒരു സിലബസിലൂടെ അവർ ആക്റ്റീവായി സെറ്റ് ആവുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആദ്യം പിന്നെ ഫീഡ്ബാക്കുകൾ അങ്ങ് പോരട്ടെ ATTCയെ കുറിച്ച്. അതായത് അതെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, പുതിയ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ആശങ്ക ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഷാനാമിത്തിന്റെ ക്ലാസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ATTC നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ, ഇപ്പൊ ഒരു പിന്നെ 2 കുട്ടിയെ കിട്ടിയ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തതിനു ശേഷം ഷഹന മിസ് ഉണ്ട്, കോഴ്സുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ മിസ് ഒരു മോട്ടിവേഷൻ തരും. ഓക്കെ, വെൽക്കം. ഓക്കെ, സോ അപ്പോ എൻ്റെ പേര് മുസിന എന്നാണ്. ഞാനിവിടെ ഇപ്പോൾ കറന്റ് ATTC ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫായിരിക്കും, പഠിക്കാൻ കഴിയോ, നമുക്ക് മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് നമുക്കൊരു ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ബെസ്റ്റ്.
നല്ല ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മാനേജർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നല്ല സപ്പോർട്ടീവായിട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. കാരണം ഞാനൊന്നും മാത്സിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളൊന്നല്ലായിരുന്നു. മാത്സ് ആയിരുന്നു ടഫസ്റ്റ് സബ്ജക്റ്റ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു കുട്ടിനെ തന്നു. അപ്പോൾ അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവല് നന്നായിട്ട് കൂടും. അതിന് മെയിനായിട്ട് താങ്ക് യു പറയാനുള്ളത് നമ്മുടെ ഷാന മിസ്സിനോടാണ്. അതുപോലെ തന്നെ നുസ്രത്ത് മാം, അവരുടെ ഒക്കെ ഒരു ക്ലാസ്സും മോട്ടിവേഷനൊക്കെ ഭയങ്കരമാണ്. നമ്മൾക്ക് ഇനിയിപ്പോ ഒരു പുറത്ത് പോയി ജോബ് എടുക്കാൻ എന്തെങ്കിലും ജോബിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർ തന്നൊരു മോട്ടിവേഷന്. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ജോബിനൊന്നും പോകണ്ട, എന്തായാലും ഹസ്ബൻഡ് ഒരു മാസത്തിന് സാലറി ആയിട്ട് ഐ മീൻ ഇത് തരുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ കഷ്ടപ്പെട്ട് ജോബിന് പോകണേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാന്നുള്ളൊരു സെറ്റപ്പ് ചെയ്യുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അവരുടെ മോട്ടിവേഷനാണ് ശരിക്കും ഇനി ജോബ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരാ, എന്തെങ്കിലും ചെയ്യണം. ആ ഒരു മോട്ടിവേഷൻ തന്നത് അവിടെ ഫസ്റ്റ് ക്ലാസ് മുതലേ അവർ ഈ എക്സ്ട്രാ കരിക്കുലം എന്ന് പറഞ്ഞ മാതിരി അതിൽ ഇതിലില്ലാത്തതല്ലാത്ത നമുക്ക് പുറത്തുനിന്നുള്ള ഐ മീൻ നമ്മുടെ മോട്ടിവേഷൻ നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതൊക്കെ ഇതിൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ATTC പഠിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ ആവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഇതിൽ ബെനിഫിറ്റ് ആണ്. പിന്നെ ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ എന്നോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയൊരു ബെനിഫിറ്റ് ആണ്. ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ടീച്ചർ ആവണം ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ വീഡിയോ മൂഡ് ഓൺ ആക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ വീഡിയോ മൂഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നും നമുക്ക് വീഡിയോ മൂഡ് ഓൺ ആക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഈ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിനൊന്നും നമ്മൾ വീഡിയോ മൂഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് വീഡിയോ മൂഡ് ഓൺ ആക്കിയിട്ട് തന്നെ സംസാരിക്കാനും അതിനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഇതിന്ന് തന്നിട്ടുണ്ട്. വളരെ നല്ലൊരു തന്നെയായിരുന്നു നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നല്ല താങ്ക് യു സോ മച്ച്. ഇനി അതുപോലെ തന്നെ ഫരീദ മാം നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. മാമിന്റെ ഫീഡ്ബാക്ക് കൂടി കേൾക്കാം. ഫരീദ, വെൽക്കം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഫരീദ. ഞാൻ ATTCയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. നല്ല അടിപൊളി ക്ലാസ് ആണ്. ഞാൻ 10 വർഷം കഴിഞ്ഞാണ്, +2 കഴിഞ്ഞ് 10 വർഷം ഗ്യാപ്പ് ഇട്ടാണ് ഈ ഒരു കോഴ്സിന് ചേരുന്നത്. എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായി. മാത്സും ആണ്, നല്ല ടെൻഷനോടെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ 5 മാസത്തിന് ശേഷം ഞാൻ കോൺഫിഡൻ്റ്ലി പറയും ഇത് ആർക്കും സാധിക്കും. ATTC അത്ര ആ പറയുന്ന ടഫ് ഒന്നുമില്ല. മാത്സ് ആണ്, മാത്സ് നമ്മളെ കൊണ്ട് കഴിയൂല അങ്ങനത്തെ ഒരു പ്രശ്നേ. നല്ല അടിപൊളി കോഴ്സാണ്. പിന്നെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇപ്പൊ ഷാന മിസ്സിന് തന്നെ ആ ക്ലാസ്സിൽ തന്നെ പറയാം, ഞാൻ ഇത്രയും ആളെ മുന്നിലൊന്നും ഇങ്ങനെ ഓപ്പണായി സംസാരിക്കാറില്ല. എനിക്ക് മിസ് എപ്പോഴും പറയല്ലേ, ഞാൻ ഫസ്റ്റ് വീഡിയോ മോഡിൽ ഫസ്റ്റ് ആളെ ഇതിൽ ഞാൻ ഉണ്ടാവല്ലേന്ന്. അന്നൊക്കെ ഒരു നമ്മള് ക്ലാസ്സിന് ജോയിൻ ചെയ്തതല്ലേ, അപ്പൊ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കുക അത്രേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെ കോൺഫിഡന്റ് ആയി ആരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാ ഒരു കാര്യത്തിലും അതുപോലെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് സ്പീഡ് കൂടുന്നുണ്ട്. ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാനുള്ള ധൈര്യം. ഇപ്പൊ മ്യൂസിനെ പറഞ്ഞ മാതിരി എനിക്കൊരു കുട്ടിയെ കിട്ടിയ ഞാൻ 4th ലെവൽ വരെയുള്ള കാര്യങ്ങൾ നല്ല കോൺഫിഡന്റ്ലി പറഞ്ഞു കൊടുക്കും. നല്ലൊരു ടീച്ചറായി തന്നെ ഇപ്പൊ 2 പ്രസന്റേഷൻ ഞാൻ ചെയ്തു. നുസ്രത്ത് മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു പ്രസന്റേഷൻ. അതോടുകൂടി ഏകദേശം എന്റെ പേടിയൊക്കെ ഒന്ന് മാറി. ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം വലിയ പേടി ഇപ്പൊ ഇല്ല. ചെറുതായിട്ടൊക്കെ ഇപ്പോഴുണ്ട്, അത് ഒക്കെ മാറ്റിയെടുക്കാം. എന്നാലും നല്ല അടിപൊളി കോഴ്സ്. ടീച്ചേഴ്സ് ഒന്നും പറയാനില്ല, അടിപൊളി ടീച്ചേഴ്സ് ആണ്. നമുക്ക് എപ്പോ വേണമെങ്കിൽ എന്ത് ഡൗട്ട് ചോദിക്കാം. ഇത് ക്ലാസ് കഴിഞ്ഞു ചോദിച്ചാണ്ട് നീതു മിസ്സിന് ഇപ്പൊ നമ്മൾ ഡൗട്ട് ചോദിച്ച് ഒരു മെസ്സേജ് കോൾ ചെയ്താല് ആ റിപ്ലൈ നമുക്ക് തന്നെ കിട്ടും. ഒന്നുകൊണ്ട് മാനേജറാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നല്ലൊരു ആണ്. കഴിയുന്നോളം അറിയണമെന്നാണ്. നമ്മൾ ഒന്നിനും കഴിഞ്ഞില്ല, നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ്. That's all. ഓക്കെ, താങ്ക് യു ഫരീദ മാം. താങ്ക് യു സോ മച്ച്.
അപ്പം ഇവര് രണ്ടുപേരുമാണ് നമുക്ക് ഫീഡ്ബാക്ക് പറയാനായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും സ്റ്റുഡൻസ് കയറിയിട്ടുണ്ട്. ഫർഹാന ATTC, ജസീന മിസ് ഒക്കെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം അവർക്കൊക്കെ പറയാനുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഒരുപാട് ഫീഡ്ബാക്കുകൾ കേൾക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷാന മാമിൻ്റെലേക്ക് കൈമാറാം. ഷാന മാം, പ്ലീസ് വെൽക്കം. Okay, thank you so much. Hi. Good evening, all. കുറെ പരിചിതമായ മുഖങ്ങളല്ലേ? മുസ്തന, ഫരീദ, ജസീന, ഫർഹാന. ഓക്കെ, ഫൈൻ. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. എന്താന്ന് വെച്ചാൽ ഇവരുടെ ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നിറയാണ്, മനസ്സ് നിറയാണ്. നമ്മൾ പഠിപ്പിച്ച മക്കൾ ഇത്ര നല്ല ഫീഡ്ബാക്സ് ഒക്കെ പറയുമ്പോൾ വളരെ സന്തോഷം. എനിവേ, എന്റെ പേര് ഷാന ജാബർ. എന്നെ അറിയുന്നവരായിരിക്കാം കുറച്ച് പേരെങ്കിലും ഇതില്. ഓക്കെ, എനിവേ, ഇന്നിപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അബാക്കസ് കുട്ടികളോടൊക്കെ പറയാനുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചോട്ടെ? വലിയ ചോദ്യമൊന്നും അല്ല. എന്റെ ചോദ്യം എത്രത്തോളം എന്നുള്ള മോസിനാക്കൊക്കെ അറിയുമായിരിക്കും അല്ലേ? ശരി, നമ്മുടെ ഈ സൊസൈറ്റി ഇപ്പോ ഫേസ് ചെയ്യുന്ന ഒരു 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന 3 പ്രശ്നങ്ങൾ കമന്റ് ചെയ്യാനോ വോയിസ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ പറ്റോ? പറയാൻ പറ്റോ? ഉം. അറിയില്ല, ഒന്നും അറിയില്ല. ഒന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഇഷ്ടമുള്ള പറഞ്ഞോ. ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ. കോൺഫിഡന്റ് കുറവ്. ഓക്കെ, ദെൻ നമ്മുടെ സൊസൈറ്റി സമൂഹം നേരിടുന്ന പ്രശ്നം. മൊബൈലിന്റെ കൂടുതൽ ഈ സ്ക്രീനിങ് ടൈം. ഓക്കെ, കഴിഞ്ഞോ? ഇത്ര പ്രശ്നങ്ങളേ ഉള്ളൂല്ലേ? ഡ്രഗ്സ് ഒക്കെ. യെസ്, ഡ്രഗ്സ്. വെരി ഗുഡ്. ദെൻ ഓക്കെ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാന്ന് ഞാൻ പറയട്ടെ? ഒന്ന്, ജോലി ഇല്ലായ്മ അല്ലെ? ജോലി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, ആവശ്യത്തിന് കിട്ടുന്നില്ല. അതൊരു പ്രശ്നമല്ലേ? ആണോ? അതെ. എന്താണ് അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പലപ്പോഴും ഇപ്പൊ +2 കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും ഏതാണ് ബെസ്റ്റ് ചോയ്സ് അല്ലെ ബെസ്റ്റ് ചൂസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അതിന് നല്ലൊരു എന്താ പറയാ, നല്ലൊരു കരിയർ ഗൈഡൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പല കോഴ്സൊക്കെ എടുത്തിട്ട് പലർക്കും എന്തായി പോവാണ്, നമ്മൾ പറയാം ബിടെക്കാരൊക്കെ മൂലക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാറുണ്ടല്ലേ? ജോലിയില്ല. അതാണ് പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? പറയട്ടെ? ഓക്കെ, സാലറി കുറച്ച്. അല്ല, പറയട്ടെ? ജോലിക്ക് ആളെ കിട്ടുന്നില്ല എന്നുള്ളതാ. ജോലിക്ക് ആളെ കിട്ടുന്നില്ല. എങ്ങനെയുണ്ട്? ഒന്നാമത്തെ പ്രശ്നം ജോലി കിട്ടുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം ജോലിക്ക് നല്ല ആൾക്കാരെ കിട്ടുന്നു. അവര് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നു. മീൻസ് ഇപ്പോ എന്താ, പലരും ഇങ്ങനെ ജോലിക്ക് ആൾക്കാരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് കുറെ ആൾക്കാർ ജോലി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളാണ് അല്ലെ? എന്തുകൊണ്ട് ജോലിക്ക് നല്ല ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് എന്താ പ്രശ്നം? അവർക്ക് നല്ല എന്താ പറയാ, അവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അത്രയും മീൻസ് എല്ലാവർക്കും അവരവരുടെ ബിസിനസ്, അവരവരുടെ കമ്പനി അത്രയും എന്താവണം, ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളതാ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്നുള്ളതാ. പക്ഷെ അവർ കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇനി ജോലിക്ക് കിട്ടിയവരാണെങ്കിൽ അവർക്ക് എന്തില്ല, ആ ഒരു ജോലി അർഹിക്കുന്നില്ല. ലൈക്ക് നമുക്ക് ഓക്കെ ആവുന്നില്ല. ഉള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഒന്നുകൂടി ബെറ്റർ വേണം തോന്നിപ്പോന്ന അവസ്ഥ. ശരിയല്ലേ ഞാൻ പറയുന്നേ? ആണെങ്കിൽ ഇച്ചിരി തലയൊക്കെ ആണല്ലേ? അപ്പൊ അതിന്റെ കാരണം എന്താണ്? അതിനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള നല്ല കോഴ്സോ നല്ല ട്രെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ജോലിയില്ല, മറ്റൊന്ന് ജോലിക്ക് ആളെ കിട്ടുന്നില്ല, ഇനി കിട്ടിയ ആൾക്കാരാണെങ്കിൽ ആ ജോലിക്കൊട്ടും ആപ്റ്റും അല്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഈ മൂന്നാമത്തെ ഇതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. എന്താ മൂന്നാമത്തെ സൊല്യൂഷൻ? നല്ല കറക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള യെസ്, ബെസ്റ്റ് കോഴ്സ്, നല്ല
നല്ലൊരു ട്രെയിനിങ്ങും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. ലേഡീസിന് എത്രയും ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അധികം ഒന്നും മെനക്കെടാൻ പറ്റില്ല, പെട്ടെന്നൊന്നും നമുക്കൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. എങ്ങനെ പഠിക്കാനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ ഒന്നും. നമ്മൾ ലേഡീസ് ലൈക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, പഠിത്തമൊക്കെ നിർത്തിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഒന്നും ഇനി അതിലേക്ക് എഫേർട്ട് ഇടാൻ കഴിയില്ല. എന്നാൽ കുറച്ച് ഓക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താണ്? അബാക്കസ് തന്നെയാണ്. അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ആണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ജോലി കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോ ഇപ്പൊ തന്നെ മൂസിന അതുപോലെ ഫരീദൊക്കെ പറഞ്ഞു, ആദ്യം വിചാരിച്ചു ഇത് ഭയങ്കര ടഫ് ആയിരിക്കും, നമ്മളെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? ശരിയല്ലേ? മാത്സുമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ല, ഇഷ്ടമേ ഇല്ല, അങ്ങനെ ഒരു കാറ്റഗറി. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഗേൾസ് ഒക്കെ മാത്സിനോട് ഇച്ചിരി അകലം പാലിക്കുന്ന ആളായിരിക്കും. ഒന്നുകൂടി മാത്സിൽ ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാ? ജെൻസ് ആയിരിക്കും അല്ലെ? അവർക്ക് ഒന്നുകൂടി അടിപൊളിയാണ്. കാരണം നമ്മളിപ്പോ ഒരു ഗോൾഡ് വാങ്ങാൻ പോയാൽ തന്നെ അറിയാം എന്തായാലും ഒരു ആണുങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ശരിയല്ലേ? അവിടെ പോയിട്ട് GST ഇത്ര പെർസെന്റേജ്, അത് മറ്റേ പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ലേഡീസ് കുറച്ച് ബാക്കിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ മാത്രം ഒപ്പീനിയൻ. അതേസമയം ജെൻസ് ഒക്കെ ചടപടന്ന് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് പൊതുവെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കുറവായതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ പെട്ടെന്ന് കയറും. ശരിയല്ലേ? പെട്ടെന്ന് ഒരു ടെൻഷൻ കയറും. എന്ത്, ഓ മൈ ഗോഡ് അബാക്കസ് എന്നെ കൊണ്ട് പറ്റുമോ? പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സ് ആണ് ATTC എന്നുള്ളത്. ഇപ്പൊ ഇവർ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ തന്നെ. അപ്പൊ നിങ്ങൾ അതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ റുബിക്സ് ക്യൂബ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആർക്കൊക്കെ അത് ലെവലാക്കാൻ അറിയാം? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ഒരു പാർട്ട് പലർക്കും ലെവലാക്കാൻ പറ്റും. ലെവലാക്കാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്തിട്ട് ലെവലാക്കും. കുറച്ച് സമയം എടുത്തിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 0. ഇത്ര സെക്കൻഡ് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ റെക്കോർഡ് എടുക്കുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെയിം സാധനമാണ് അവരുടെ കയ്യിലുള്ള, നമ്മളെ പോലൊക്കെ ഉള്ള ബ്രെയിൻ തന്നെയാണ് അവരുടെ കയ്യിലുള്ളത്. എങ്ങനെയാണ് അവർ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നത്? അവരുടെ പ്രാക്ടീസും ട്രെയിനിങ് ആണ് അല്ലെ? നിത്യാഭ്യാസി ആനയെ ചുമക്കും. ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ചേർന്ന് കറക്റ്റ് ആയിട്ട് നല്ലൊരു പ്രാക്ടീസും നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ എന്താവുകയാണ്? റെഡി ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഈ കോഴ്സ് ധൈര്യമായിട്ട് എന്ന് പറയാൻ ഞാനും ഈ ഒരു കോഴ്സിൽ ഒരു പാർട്ടാണ് അല്ലെ? നിങ്ങൾക്ക് ഒരു സബ്ജക്ട് തരുന്ന ഒരു ടീച്ചറാണ്, ട്രെയിനറാണ്. സോ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം എന്നെ അല്ലെ? നന്നായിട്ട് അറിയാം, എനിക്കറിയാം. എനിവേ, ഞാൻ നിങ്ങൾക്ക് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. സോ എല്ലാവരും ധൈര്യമായിട്ട് കയറി വരാം. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് തരാൻ വേണ്ടി പോകുന്നത്. കണ്ണടച്ച് അഡ്മിഷൻ എടുക്കാം, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. മാത്രമല്ല ഇവിടെ തന്നെ ഇപ്പൊ സാറിന് ഒരു വലിയൊരു ഓഫറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ലൈക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും എന്നല്ല, ലൈക്ക് ഏറ്റവും നിങ്ങളിൽ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിന് നമുക്ക് തന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, ഒരു വെക്കേഷൻ വരട്ടെ, പിന്നെ ഉള്ള പോസ്റ്ററുള്ള സ്റ്റാറ്റസ് ഒക്കെ അബാക്കസ് പരിശീലിപ്പിക്കുന്നു അല്ലെ? ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പോസ്റ്റേഴ്സ് കാണാം. മാത്രമല്ല പൊതുവെ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും സ്വന്തം പാരന്റ്സിന് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് അബാക്കസ് അതിന് നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കേ പറ്റുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ആരെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പുറത്തുള്ള അയൽവാസിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാം, ഫ്രണ്ടിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാം, എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ പറ്റും. പക്ഷെ അബാക്കസ് അത് പഠിച്ചവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമൊന്നല്ല, നിങ്ങൾക്ക് അത്രയും സ്കോപ്പുള്ള ഒരു സാധനമാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത് അല്ലെ? അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്ലാസ് കൊടുക്കാം അല്ലെ? ഒന്നുകൂടി സ്കിൽഡാ നിങ്ങൾക്ക് ഒന്നുകൂടി നമ്മൾ ബാക്കി PPTs ലൈക്ക് ആ ഒരു സബ്ജക്ട്സ് കൂടി തരുമ്പോൾ നിങ്ങൾ സ്കൂളിൽ ടീച്ചറായിട്ട് കയറുന്ന വിചാരിച്ചോ, അവിടെ നിങ്ങൾ ഒന്നുകൂടി എക്സ്ട്രാ ഒന്നുകൂടി വേറെ ലെവലാ. നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടുണ്ട് ഈ ഒരു അബാക്കസ് കൂടി ഉണ്ട് എന്നുള്ളത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോ
ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. സാറിന് എന്തോ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. എനിവേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് വരിക. ഇവിടെ ഒരുപാട് അടിപൊളി സംഭവങ്ങളുണ്ട്. ഒക്കെ പഠിക്കുക അടിപൊളിയായിട്ട്. നമ്മുടെ ഒരു എയിം, നമ്മുടെ NS ഗ്ലോബൽ അക്കാദമിയുടെ ഒരു എയിം എന്താണെന്ന് അറിയാവോ? ഒരു 4 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ഒരു കുട്ടിയിൽ നിന്ന് NS ഗ്ലോബൽ അക്കാദമി എന്ന് പറയുമ്പോൾ അവർ കണ്ണും പൂട്ടിങ് എടുക്കണം. യെസ്, NS എന്നല്ല, ഇങ്ങോട്ട് കയറി വായോ, പിന്നെ ഇന്റർവ്യൂ ഒന്നും വേണ്ട. ആ ലെവലിലേക്ക് വളരുക എന്നതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ആ ലെവലിലേക്ക് നിങ്ങൾ ആക്കുക എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ആരാണ് അപ്പൊ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്? നമ്മളാണ്. മനസ്സിലായില്ലേ? സോ ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് കുറച്ച് ടൈമേ തന്നിട്ടുള്ളൂ. സോ ഇത്ര ടൈം ഉണ്ട്. കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈം ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെരി സോറി. പറഞ്ഞു വരുമ്പോ അങ്ങനെ അങ്ങ് പറയണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. Thank you. Thank you, ma'am. Thank you so much. വെൽക്കം. മിസ്, അതുപോലെ ATTC കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ സർ, നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കട്ടോ. സാറിന്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. ഇനി അഡ്മിഷൻ എടുത്തവർക്കും ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നവർക്കും ഒക്കെ എന്ത് സംശയവും കോഴ്സിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട്. അതുപോലെ ക്ലാസ് ടൈമിംഗ് വീക്കിലി 3 days ആണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ് ആയിരിക്കും, അത് റെക്കോർഡ് ആയിരിക്കും. മാക്സിമം ലൈവ് ക്ലാസ് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അബാക്കസ് ആയതുകൊണ്ട് അബാക്കസ് ക്ലാസ്സുകൾ വരുന്നുണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ സ്കൂൾ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്കൂളില് വിദ്യാർത്ഥികളുമായിട്ട് എങ്ങനെ ഇടപെടണം, അതുപോലെ ഓഫീസുമായി ബന്ധപ്പെട്ടത്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് നമ്മുടെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശരിക്ക് നമ്മളൊരു ടീച്ചറായി മാറുകയാണ്. അതായത് അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ്, വെറും അബാക്കസ് കോഴ്സ് മാത്രമല്ല. അപ്പോൾ ആ രീതിയിൽ ക്വാളിറ്റിയുള്ള ടീച്ചറായി മാറുക എന്നുള്ളതാണ്. നിലവിൽ ഓരോ മാസവും നമുക്ക് വ്യത്യസ്തമായ ബാച്ചുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അഡ്മിഷനുകൾ വളരെ നല്ല രീതിയിൽ അഡ്മിഷനുകൾ ഉണ്ട്. പല കമ്പനികളിൽ നിന്നും പല ഭാഗത്തു നിന്നും പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് വരുന്നത്. കോൺവെക്കേഷൻ പ്രോഗ്രാമുകൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മോണ്ടിസോറി, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഇവരൊക്കെ ഒരു ടീമായിട്ടാണ് പോവുക. അവരുടെ പരീക്ഷ ആവട്ടെ, അവരുടെ കോൺവെക്കേഷൻ ആവട്ടെ, എല്ലാം നല്ല നിലവിൽ കേരളത്തിൽ കൊടുക്കാവുന്ന രീതി. അതായത് ഓൺലൈൻ ക്യാമ്പസ് ആണ്. ഓൺലൈൻ ക്യാമ്പസ് ആണെങ്കിലും ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു ഓഫ്ലൈൻ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഓരോന്നും പോകുന്നത്. കാരണം ഞങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടീച്ചേഴ്സ് അവര് ഒരു സ്കൂളുകളിൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവർ ഓൺലൈനിൽ പഠിച്ചവരാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ ആ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെയാണ് വരുന്നത്. മറ്റൊന്ന് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ഉറപ്പു തരുന്നത്, നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് അക്കാദമികൾ കേരളത്തിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ക്വാളിറ്റി ആയി നമ്മൾ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കാണാം, കേരള ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കാണാം. ഇതൊക്കെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും സർട്ടിഫിക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടാണ് തരുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, നിലവിൽ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട്. ഞങ്ങളുടെ രീതിയിൽ പ്രീ പ്രൈമറി ആവട്ടെ, മോണ്ടിസോറി ഒക്കെ കഴിഞ്ഞ ടീച്ചേഴ്സ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും നമുക്ക് എന്തില്ല, വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ലാസ് ആവട്ടെ, സർട്ടിഫിക്കറ്റ് ആവട്ടെ, നല്ലൊരു ഒരു ടീം ആയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ നമുക്ക് ഏതായാലും നെക്സ്റ്റ് ഈ ഡിസംബർ 1st വീക്ക് തന്നെ ക്ലാസ് തുടങ്ങും. അതിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അവരുടെ സിലബസുകളൊക്കെ ആദ്യം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അയക്കേണ്ടതുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ ഷബ്നാമിസേ? ഹലോ, ഇതിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒന്ന് പറയോ? ഏത് മാസത്തിലാവും ട്രെയിനിങ് വരിക? അങ്ങനെയൊക്കെ. അത് നമ്മള് മോണ്ടിസോറി TTC ഒക്കെ ചെയ്യുമ്പോഴുള്ള ട്രെയിനിങ് ഇല്ലേ, 15 ദിവസത്തെ അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നിട്ടോ എനിക്ക്. അതായത് ട്രെയിനിങ് വരുന്നത് 2 രീതിയിലായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. അതായത് ഒന്ന്, ഞങ്ങളെ മാക്സിമം ഓഫ്ലൈൻ സ്കൂളിൽ തന്നെ പോയിട്ട് ട്രെയിനിങ് എടുക്കണം എന്നാണ് പറയുന്നത്. ചില നമ്മുടെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്ത അവരുടെ ചുറ്റുപാടുള്ള സ്കൂളുകളിൽ ചിലപ്പോൾ അബാക്കസ് ഉണ്ടാവാറില്ല. അബാക്കസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ലെറ്റർ കൊടുക്കും, ആ സ്കൂളിൽ പോയിട്ട് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ഒരു അപേക്ഷ, ഞാനിങ്ങനെ അബാക്കസ്
അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്ന ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നെ നമ്മുടെ അക്കാദമിയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു 15 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ അവർക്ക് ട്രെയിനിങ് ലഭിക്കും, ആ സ്കൂളിൽ അവർക്ക് ടീച്ചറായിട്ട്. അങ്ങനെയാണ് നമ്മുടെ മറ്റുള്ള എല്ലാ കോഴ്സിലും ട്രെയിനിങ് നടക്കുന്നത്. ഇനി ഓഫ്ലൈൻ, അതായത് പല ഭാഗങ്ങളിലും ഓഫ്ലൈൻ സ്കൂളുകളിൽ ചിലപ്പോൾ അബാക്കസിന്റെ ടീച്ചേഴ്സിന് കിട്ടാത്ത ആ ഒരു കാരണങ്ങളെ കൊണ്ട് പല സ്കൂളുകളിൽ ചിലപ്പോൾ അബാക്കസ് ഉണ്ടാവാറില്ല. ഇല്ലെങ്കിൽ നിലവിൽ നമ്മുടെ തന്നെ ക്യാമ്പസ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഓൺലൈനിലായിട്ട് ഇവർ 15 ദിവസം അബാക്കസിന്റെ സിലബസ് തന്നെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് പല സമയങ്ങളിലായിരിക്കും. പരീക്ഷയ്ക്ക് 1 മാസമോ 2 മാസം മുമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്താ ഉണ്ടാവുക, ട്രെയിനിങ് ഉണ്ടാവുക. ചിലപ്പോൾ പരീക്ഷ അടുപ്പിച്ചായിരിക്കും. പരീക്ഷ കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് ഒരു സമയം ഉണ്ടാവും. ആ സമയത്താണ് അത് ടീച്ചേഴ്സ് സെറ്റ് ചെയ്യും. അതല്ലേ ചോദിച്ചത്, എപ്പോഴാണ് ട്രെയിനിങ് ഉണ്ടാവുക എന്നുള്ളത്? ഓക്കെ ഓക്കെ. ഡ്യൂറേഷൻ എത്രയാണ് സാറ്? അബാക്കസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാമല്ലോ. അബാക്കസ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര മാസം, എത്ര മന്താണ്? അബാക്കസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഡ്യൂറേഷനുകൾ ഒരുപാട് അക്കാദമികൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ 6 മാസം എന്നാണ് പറയുന്നത്. ഈ 6 മാസം ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മളിപ്പോൾ 6 മാസത്തിൽ അഡ്മിഷൻ എടുത്താലും എത്രത്തോളം മാസം കൂടുന്നത് അനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. അതായത് ചിലപ്പോൾ ഞങ്ങൾ 6 മാസം എന്നാ പറയാം. അതായത് ഓരോ ലെവലുകൾ വരുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, ആ 6 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ലെവലും പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഓക്കെയാണ്. ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്ത് ഈ സിലബസ് തീരുന്നതിന്റെ സമയം ദീർഘിച്ചാൽ ചിലപ്പോൾ 1, 2, 3 മാസം ചിലപ്പോൾ നീങ്ങാം. 6 മാസം എന്നാണ് പറയുന്നത്. അത് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 6 മാസത്തിലേക്കുള്ള തന്നെ അഡ്മിഷൻ എടുക്കുക. ഒരു 1 ഇയർ ആയാലും കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഒരു 1 ഇയർ, അതായത് ഈ നമ്മുടെ ഒരു ജോലിക്കൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ സർട്ടിഫിക്കറ്റിലെ ഡ്യൂറേഷൻ നോക്കും. 3 മന്ത്സ് കൊണ്ട്, 1 മാസം കൊണ്ട് ക്രാഷ് കോഴ്സ് ചെയ്യുന്നവരുണ്ട്. 1 മാസം ഫുൾ ടൈം ക്ലാസ് ആയി കഴിഞ്ഞാൽ വേണമെന്ന് തീർക്കാം രാവിലെ മുതൽ. അതുപോലെ 3 മാസം കൊണ്ട് തീർക്കാം, 6 മാസം കൊണ്ട് തീർക്കാം, ഒരു 1 ഇയർ കൊണ്ടും നമുക്ക് തീർക്കാം. അപ്പൊ എത്രത്തോളം ഡ്യൂറേഷൻ കൂടുതലുണ്ടോ സർട്ടിഫിക്കറ്റ് അല്ല അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചവരാണെന്ന് മനസ്സിലാവുക. അപ്പൊ നിലവിൽ ഈ ഒരു കോഴ്സ് 6 മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 2 മാസം, നമ്മൾ കറക്റ്റ് മാസമായിരിക്കില്ല ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ഡിസംബറിൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്തായിരിക്കും പരീക്ഷ ഉണ്ടാവുക. നമുക്കിപ്പോ ക്ലാസിന്റെ ഇടയ്ക്ക് ബ്രേക്കെല്ലാം എടുക്കാൻ വന്നാൽ അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതായത് നിലവില് അതിന്റെ സംവിധാനം എന്ന് പറയുമ്പോൾ വിദേശത്തുള്ള ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ നിലവില് ഒരു പരീക്ഷ വരുന്നുണ്ടെങ്കിൽ 2 മാസം 3 മാസം നമ്മൾ എക്സാം ഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവര് എപ്പോഴാണോ റെഡി ആവുന്നത് വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഏത് ബാച്ചിലും അവർക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി നമ്മൾ പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റോട് രജിസ്ട്രേഷൻ ഫീസ് അടക്കും. ക്ലാസ് നടക്കുന്നതിൻ്റെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റോട് എക്സാം ഫീസ് അടക്കും. എക്സാം ഫീസ് അടച്ച് എക്സാമിന്റെ സമയത്താണ് ഒരാൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എക്സാം ഫീസ് മാത്രം അടക്കും. അതായത് എക്സാം ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിന്റെ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കും, ചോദ്യ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കുമല്ലോ. അപ്പോൾ എക്സാം ഫീസ് അടച്ചതിന് ശേഷമാണ് മാറുന്നതെങ്കിൽ എക്സാം ഫീസ് മാത്രം അടച്ചിട്ട് മറ്റൊരു ബാച്ചിൽ അവർക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ബാച്ചുകളിൽ ഉള്ളത്. ഓക്കെ. അബാക്കസ് TTC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ എക്സാം ഓൺലൈൻ ആയിട്ട് തന്നെയാണോ? എക്സാം ഓൺലൈനും ഓഫ്ലൈനും വരുന്നുണ്ട്. അപ്പോ അത് ആ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്കൊരു പിന്നെ ചോദിക്കും, നിങ്ങൾ ഓഫ്ലൈനിൽ പരീക്ഷ എഴുതാൻ തയ്യാറാണോ, ഓൺലൈനിൽ പരീക്ഷ എഴുതാൻ തയ്യാറാണോ? ഓൺലൈനിൽ രണ്ടും സെയിം മോഡ് തന്നെയാണ്. ഓൺലൈനിൽ പരീക്ഷ എഴുതാം, ഓഫ്ലൈനും സംവിധാനം പറഞ്ഞറിയില്ല, ഞാൻ ജോയിൻ ആവാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രശ്നമില്ല, പരീക്ഷയുടെ സമയത്താണ് ചോദിക്കുക നിങ്ങൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത്. അല്ല എക്സാം ആണ് ഇത്, ക്ലാസ് ഓൺലൈൻ തന്നെ അല്ലേ? ക്ലാസ് ഓൺലൈൻ തന്നെയാണ്. പിന്നെ അങ്ങനെയല്ല, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്, അപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്യാപ്പ് എടുക്കേണ്ടി വരും. അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ആളുകൾ സംശയം ചോദിക്കുന്നത് നല്ലതാട്ടോ, മറ്റുള്ളവർക്ക് കൂടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനമാണ്. അപ്പോ പിന്നെ ട്രെയിനിങ് ഓൺലൈനിൽ പറ്റും. ഓൺലൈനിൽ ട്രെയിനിങ് ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ മറ്റൊരു സമയത്തേക്ക് മാറ്റുന്നതിന്, കാരണം ഒരുപാട് ബാച്ചുകൾ ATTC എന്ന് പറയുന്നത് തന്നെ
വ്യത്യസ്തമായ ബാച്ചുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഏത് ബാച്ചിലേക്ക് നമുക്ക് മാറാവുന്ന സംവിധാനങ്ങളുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന്. പിന്നെ ട്രെയിനിങ് ഓൺലൈനിൽ, അതായത് നിങ്ങളുടെ ജോലി ഓൺലൈനിലാണ് കൂടുതലെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് നമുക്ക് സെറ്റ് ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഒരു 100 ATTC ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ജോലിക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു 60 ആളായിരിക്കും. ബാക്കി 40 ആളുകളും ചിലപ്പോൾ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ആളുടെ മുമ്പിൽ ഒരു ഡിപ്ലോമ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴ്സ് എടുക്കുന്ന ഒരു 40% ആളുകളുണ്ട്. ബാക്കി 60 ആളുകൾ ജോലിക്ക് പോകുന്നതിൽ ഒരു 40% ആളുകളും ഓൺലൈൻ ജോബാണ് പ്രിഫർ ചെയ്യുന്നത്. 100-ൽ 40% ആളുകൾ പിന്നെ ജോലിക്ക് പോവില്ല. ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ്. അവർ ചിലപ്പോൾ മറ്റു കോഴ്സുകൾ എടുക്കും, മറ്റു രീതിയിലേക്കൊക്കെ പോകും, അവരുടേതായ രീതിയിലേക്ക് പോകും. ബാക്കിയുള്ള ഒരു 60%-ൽ 20% ആളുകൾ എന്ത് ചെയ്യും, മാക്സിമം ആക്റ്റീവായിട്ട് ഓഫ്ലൈൻ തന്നെ അവർ ചൂസ് ചെയ്യും. ഓഫ്ലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടും അതുപോലെ സ്കൂളുകൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടൊക്കെ, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ജോലി ലഭിക്കുന്ന രീതിയിൽ ഓഫ്ലൈനിലേക്ക് പോകും. ബാക്കിയുള്ള ഒരു 40% നിലവിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളിപ്പോ ഒരു CV ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു പിന്നെ സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ വിളിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ ജോബ് പിന്നെ അബാക്കസുമായി ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പിന്നെ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അവരൊരു പോസ്റ്ററൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം ഓൺലൈനിൽ ഇപ്പൊ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ സൂം ഓൺ ചെയ്യണം, സൂമിൽ അതുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകൾ, അതെങ്ങനെ റെക്കോർഡ് ചെയ്യാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എങ്ങനെ ഓൺലൈനിലൂടെ അബാക്കസ് പഠിപ്പിക്കാം ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ. ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് സംവിധാനങ്ങളുണ്ട്. ഓഫ്ലൈൻ ആണ് വേണമെങ്കിൽ അബാക്കസ് ഓൺലൈനിൽ ഓഫ്ലൈനില് എക്സാം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് സെന്ററുകൾ എവിടെയെല്ലാം ഉണ്ടാവില്ലേ? പല പല സ്ഥലത്താണല്ലോ ഉണ്ടാവില്ല എല്ലാരും. അതായത് നിലവിൽ ഓഫ്ലൈൻ സെന്ററുകൾ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് കുട്ടികൾ ഭൂരിപക്ഷം ഉള്ള ജില്ലകളിലാണ് സെന്റർ അനുവദിക്കുക. നിലവിൽ കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ സെന്ററുകളുണ്ട്. അപ്പോൾ പിന്നെ ആ സമയം ഈ ജില്ലകളിൽ ഇപ്പോൾ കുഴപ്പമൊന്നും. ഇനി മറ്റു ജില്ലകളിൽ നിന്ന് പിന്നെ ഭൂരിപക്ഷം നമ്മൾ ആ സമയത്ത് എക്സാം ഫീ അടച്ച കഴിഞ്ഞ സമയത്താണ് സൈറ്റിൽ കാണാം. ഭൂരിപക്ഷം കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവിടെയും സെന്ററുകൾ ഓപ്പൺ ആക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അഡ്മിഷൻ എടുത്ത് ഭൂരിപക്ഷം ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് എക്സാമിന് വേണ്ടിയിട്ട്. എക്സാമിന്റെ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞ ATTCന്റെ എക്സാമിന്റെ കൂടെ എല്ലാ എക്സാമുകളും, മോണ്ടിസോറിന്റെ എക്സാം നടക്കുന്നുണ്ട്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ചാണ് പരീക്ഷ എഴുതുന്നത്. ഈ കോഴ്സും കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ജോബ് കിട്ടുമോ? അതോ നമ്മൾ പുറമെ? ജോബിന്റെ കാര്യം നിലവിൽ ഞങ്ങൾ ജോബിന്റെ കാര്യം പറയാറില്ല. പക്ഷേ പുതിയ ബാച്ചുകളിലേക്ക് ഞങ്ങൾക്ക് അബാക്കസ് സ്റ്റുഡൻസിന്റെ ഒരുപാട് അഡ്മിഷനുകൾ വരുന്നുണ്ട്. ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യും. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് നിലവിൽ ആ സമയത്തുള്ള സാഹചര്യങ്ങൾ പോലെയാണ്. ആക്റ്റീവായിട്ട് ഇപ്പോ നമ്മുടെ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചുകളിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ക്വാളിറ്റി നോക്കണം. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു 1-2 മാസം ട്രെയിനിങ് എന്ന രീതിയിൽ കൊടുക്കും. കുട്ടികൾക്ക് ഓക്കെയാണ്, പാരന്റ്സിന് ഓക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ഓഫർ ചെയ്യാറില്ല. അതേ സമയത്ത് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ സമയത്തുള്ള എത്ര അഡ്മിഷൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം അബാക്കസിന്റെ സ്റ്റുഡൻസിന്റെ നല്ല അഡ്മിഷനുകൾ വരാറുണ്ട്. ഓരോ ബാച്ചിലും 100ഓളം വിദ്യാർത്ഥികളുള്ള അഡ്മിഷനുകൾ ഇങ്ങനെ വരും. അപ്പൊ അവർക്ക് പിന്നെ നമ്മൾ അബാക്കസിന്റെ ലെവൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓരോ ലെവലിലേക്കായിരിക്കും അഡ്മിഷൻ വരിക. നമ്മൾ അബാക്കസ് ലെവൽ 1, ലെവൽ 2 വെക്കേഷൻ അങ്ങനെ വരിക. ഏപ്രിൽ, മെയ് 2 മാസം ഉണ്ടാവാം. പിന്നെ ഹോളിഡേ ബാച്ച് എന്ന് പറഞ്ഞിട്ട് സൺഡേ, സാറ്റർഡേ ദിവസങ്ങളിലുള്ള ബാച്ചുകളുണ്ട്. സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പോകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് കൊടുക്കും. ഒരു പിന്നെ 50 കുട്ടികളുടെ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടീച്ചർക്ക് തന്നെ അവരെ കൊടുക്കണം. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ടീച്ചറായി, അതായത് എല്ലാ ലൈവ് ക്ലാസ്സിലും പങ്കെടുത്ത് ഇപ്പോൾ നേരത്തെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവാണ്. ഞാനത് പറഞ്ഞു വന്നത് പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തൊക്കെ ഫീഡ്ബാക്കുകൾ നോക്കും. സാധ്യതകളുണ്ട് കോഴ്സ്. അപ്പം അബാക്കസ് കഴിഞ്ഞാലും ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. പൊതുവെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അബാക്കസിന്റെ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ സാർ, ഞാനിപ്പോ ഒരു പ്രീ പ്രൈമറി ടീച്ചറാണ്. അപ്പൊ എനിക്ക് അബാക്കസും ഇപ്പൊ സാർ പറഞ്ഞല്ലോ, അതിൽ സ്കൂൾ ഓർഗനൈസേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അബാക്കസ് മാത്രമായിട്ട് പഠിക്കാൻ കഴിയുമോ? ആ ഒരു സബ്ജക്ട് മാത്രമായിട്ട് അതിന് ജോയിൻ ചെയ്യാം. നിങ്ങൾ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ജോയിൻ ചെയ്യാം.
എന്നിട്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഏതിൻ്റെതായിരിക്കും? ആ PPTTCന്റെ സർട്ടിഫിക്കറ്റ് ഏതാ? ആരാ ചോദിച്ചേ? ഞാനാണ് ചോദിച്ചത് സർട്ടിഫിക്കറ്റിന്റെ ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്ന് അറിയാമോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്? ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ അപ്പൊ എനിക്ക് അതായത് പിന്നെ അതിന്റെ അബാക്കസ് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാത്തത്. ഓക്കെ പക്ഷേ പിന്നെ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിലവിലുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു കൊടുക്കണം. അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാം, ആ സബ്ജക്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. അതിന് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അബാക്കസ് ട്രെയിനിങ് കോഴ്സിന് മാത്രമായിട്ട് എത്ര ഫീസ് വരുന്നത് അപ്പൊ? അതായത് നിലവിൽ അബാക്കസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഫീ ആണ് ഇപ്പൊ നിലവിൽ ടീച്ചേഴ്സ് പറയുന്ന ഫീസ്, KTTC എന്നുള്ളത്. അത് അങ്ങനെ തന്നെ. അതായത് പിന്നെ ഫീസിൽ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ട്രാൻസ്ഫർ ചെയ്യാം, അതായത് ആ ക്ലാസ്സുകളിൽ കയറാതിരിക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ATTC ഡിപ്പാർട്ട്മെന്റിൽ വെറും അബാക്കസ് സർട്ടിഫിക്കറ്റ് ആവുമ്പോൾ ടീച്ചർ ആയിട്ടല്ല വരാം, അബാക്കസ് സ്റ്റുഡൻസിന്റെ ഒക്കെ കോഴ്സ് ചെയ്യുന്നവരെ. അപ്പം ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും രജിസ്റ്റർ ചെയ്യണം, എല്ലാ സബ്ജക്റ്റിന്റെ എക്സാം ഫീ അടക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എക്സാം കൂടി എഴുതുമ്പോഴാണ്. അപ്പോൾ എക്സാം എഴുതുന്നില്ലെങ്കിൽ അംഗീകാരമുള്ള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത്, അതായത് ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ TTCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പരീക്ഷയിൽ നമുക്ക് ഇളവ് നേടാം. ആ മാർക്ക് തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റുന്ന സംവിധാനങ്ങൾ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഒന്ന് ഇപ്പൊ പറഞ്ഞു പോകുന്നത്, നിലവില് ATTCയുടെ ബാച്ച് എത്രയും പെട്ടെന്ന് ഈ വരുന്ന ആഴ്ച തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോ ഉള്ള ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുക. ഇനി അതല്ല പിന്നീടാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത വരുന്ന മറ്റൊരു ബാച്ചിലേക്ക് മാറുക. അപ്പോൾ ഈ ഒരു ബാച്ച് എത്രയും പെട്ടെന്ന് തന്നെ അതായത് നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് തുടങ്ങുന്ന സംവിധാനങ്ങൾ ചെയ്യാം. ഓക്കെ ലംസേ, KTTCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ മറ്റുള്ളവർക്കും ഒരുപാട് ഉപകാരമുള്ള നടത്തുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹലോ സർ. പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പോ TTC പഠിച്ചിട്ട് പുറത്ത് പഠിപ്പിക്കണമെങ്കിൽ ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ബുക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഒന്ന് അവർക്ക് കോൺടാക്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര ബുക്സ് ആണോ വേണ്ടത് ഓർഡർ, ഇപ്പൊ അഡ്മിഷൻ എടുക്കുമല്ലോ കുട്ടികൾ, നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു 20 എന്നുള്ള രീതിയിൽ ഓർഡർ കൊടുത്താൽ മതി. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും, 1, 2, 3 ആയിട്ട്. പിന്നെ അത് ലെവലും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഒരു ഹോൾസെയിൽ റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് അങ്ങനെ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 10 കുട്ടികളുണ്ടെങ്കിൽ ഒന്നിച്ചെടുക്കുന്ന സമയത്ത് അവരോട് വാങ്ങുന്ന ആ ഒരു ഫീസ് ഉണ്ടാവും, അവർക്ക് വാങ്ങുന്ന ഫീസ്. ആ രീതിയിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് വരുന്നതായിരിക്കും. ബുക്സ്, ടൂള്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. അത് അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ അബാക്കസ് കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഒരുപാട് പിന്നെ മത്സര പരീക്ഷകളൊക്കെ ഉണ്ട് അബാക്കസുമായി ബന്ധപ്പെട്ട്. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ പല സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ മത്സരങ്ങൾ നടക്കാറുണ്ട്. അതിലൊക്കെ ഈ മക്കളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സപ്പോർട്ടും രജിസ്ട്രേഷനും ചെന്നൈയിലൊക്കെയാണ് നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്നത് അതിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഇന്നത്തെ ഈ ഫ്രീ വെബിനാർ വിജയകരമായി സമാപിക്കുന്ന ഈ അവസരത്തിൽ I would like to express my heartfelt gratitude to all who made this session meaningful. First of all, our sincere thanks to our respected Taj sir and Shahana ma'am. ഇന്നത്തെ വാല്യുബിൾ സെഷൻ നമുക്കായി അവതരിപ്പിക്കാൻ സമയം കണ്ടെത്തിയതിന് ഹൃദയപൂർവ്വം നന്ദി. Your guidance, clarity and dedication truly inspired all of us today. A special thanks to all the participants who joined this session. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ക്വസ്റ്റ്യൻസ് ഇവയാണ് ഈ പ്രോഗ്രാമിനെ കൂടുതൽ മനോഹരവും എനർജറ്റിക്കുമാക്കിയത്. Thank you for staying with us till the end. We also express our gratitude to the entire organizing team. Once again, on behalf to our entire team, എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. Let us continue learning, growing and supporting each other. Thank you all.
താങ്ക് യു.